വെൽക്കം ടു ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന iBELLൻ്റെ ഒരു പെഡസ്റ്റൽ ഫാനാണ്. ഇത് നമ്മുടെ ഹൈ സ്പീഡ് ഫാനിൻ്റെ മോഡലിൽ വരുന്നതാണിത്. ഇതിൻ്റെ MRP 2000 ആ റേഞ്ചേ ഉള്ളൂ. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു നല്ലൊരു മെറ്റൽ ഫുൾ ക്രോം ആയിട്ടുള്ള സീരീസാണിത്. അപ്പോൾ ഇങ്ങനത്തെ സീരീസ് നമ്മുടെ ഈ CHROME10 അവരുടെയൊക്കെ കിട്ടണമെങ്കിൽ ഒരു 3500 എന്തായാലും അബൗണ്ട് ആയിരിക്കും. എന്തായാലും ഞാൻ ഒരു CHROME10 ഉപയോഗിക്കുന്നുണ്ട്, ഒരു 3500ൻ്റെ ഫുൾ മെറ്റലായിട്ട്. അത് പക്ഷേ നല്ല സൈസുള്ളതാണ്. ഇതിൻ്റെ ഫാനിൻ്റെ നടുവൊക്കെ സൈസുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് iBELLൻ്റെ iBELL CHROME10 എന്ന് പറഞ്ഞൊരു മോഡലാണ്. അതുപോലെ 3 സ്പീഡ് കൺട്രോൾ ഉണ്ട്, അതുപോലെ 2 hour ടൈമർ ഉണ്ട്, അതുപോലെ വിസ്പർ ക്വയറ്റ് കോപ്പറേഷൻ, അതുപോലെ സെൽഫ് ലൂബ്രിക്കേഷൻ മോട്ടറാണ്, അതുപോലെ വൈഡ് സ്പ്രെഡ് ഓസിലേറ്ററുണ്ട്, പിന്നെ 5 ലീവ്സ് എഴുതിയിട്ടുണ്ട്, പിന്നെ ഹൈ എയർ ഫ്ലോ എഴുതിയിട്ടുണ്ട്. പിന്നെ എൻ്റെ റേറ്റ് ഇതിൽ കൊടുത്തേക്കുന്നത് കാണിച്ചു തരാമെന്ന്. നല്ല ഹെവിയാണ് സാധനം, എന്ന് വെച്ചാൽ മെറ്റലായ കാരണം റേറ്റ് ആ സൈഡാകുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റണമെന്ന് വിചാരിക്കുന്നു. റേറ്റ് കൊടുത്തേക്കുന്നത് 2990 ആണ്. പക്ഷേ ഇത് ആമസോണിൽ 2000 അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ പവർ കൊടുത്തിട്ടുണ്ട് 55 വാട്ടാണത്. പിന്നെ വെയിറ്റ് 6.2 kg ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റുള്ള സാധനമാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം ടൈപ്പ്. ബോക്സ് അത്യാവശ്യം കുറച്ചൊക്കെ ഡാമേജഡ് ആണ്. അപ്പോൾ നമുക്കിത് എന്തായാലും ഞാൻ എൻ്റെ ബോക്സിലൊക്കെ സാനിറ്റൈസർ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് അടിക്കാം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഇത് ബ്ലാക്ക് മോഡൽ ബ്ലാക്ക് കളറാണ്. ഇത് ഡെറ്റോളിൻ്റെ സാനിറ്റൈസറാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം. ആമസോണിൽ നിന്ന് വാങ്ങി തന്നെയാണ്. ഇത് രണ്ട് നമ്മുടെ ഫ്രാഗ്രൻസിലുണ്ട്. ഇത് പൈൻ ഫ്ലേവർ ആണെന്നുണ്ട്, വേറൊരു ഫ്ലേവർ കൂടി ഉണ്ട്, ലാവൻഡർ പോലത്തെ ഒരെണ്ണം. അതാണ് കുറച്ചുകൂടി നല്ലത്. ഞാൻ മറ്റേത് ഉപയോഗിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞപ്പോൾ വാങ്ങിയതാണത്. അപ്പോൾ അതിൻ്റെ പാക്കേജിങ് എന്ന് പറഞ്ഞാൽ എന്താ ബ്ലാക്ക് തന്നെയാണ്. രജിസ്റ്റർ ആൻഡ് ഗെറ്റ് 1 year വാറണ്ടി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരാളായിട്ട് പൊളിക്കാൻ എളുപ്പമല്ല. അപ്പോൾ ഞാനിതൊന്ന് സെറ്റപ്പ് ചെയ്തിട്ട് വരാം. ഇതൊക്കെയാണ് പാർട്സായിട്ട് നമുക്ക് വന്നേക്കുന്നത്. അതിൻ്റെ ഒരു നമ്മുടെ സ്റ്റിക്ക് ഉണ്ട്, അതൊക്കെ മെറ്റലാണ് കേട്ടോ. പക്ഷേ ഫാൻ മെറ്റലല്ല, ഞാൻ പ്ലാസ്റ്റിക് തന്നെയാണ്. 5 ലീവ്സിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഫാനാണ്. പിന്നെ അതിൻ്റെ ഒരു ബേസ് ഉണ്ട്, ഇത് മെറ്റലാണ്. പിന്നെ ഈ മോട്ടറാണിത്, ഇതിന് മെറ്റലല്ല, അത് പ്ലാസ്റ്റിക്കാണ്. പിന്നെ ഇതിൻ്റെ എക്സ്ട്രാ വാറണ്ടി എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ, അവിടെ കാണാം. പിന്നെ ഉള്ളത് വരുന്നത് ഫുൾ ബ്ലാക്കാണ്. പിന്നെ അതിൻ്റെ നെറ്റ്, പിന്നെ വാറണ്ടി കാർഡ് ഇതിവിടെ എഴുതിയിട്ടുണ്ട്. നേരത്തെ കാണിച്ചിരുന്ന പോലെ വാറണ്ടി കാർഡ് അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് കാണാം. നമുക്കിതൊന്ന് അസംബ്ലിങ് ചെയ്യാം. ഇത് അതിൻ്റെ ബേസാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇത് ഉള്ളിലായിരിക്കും. ഇത് നമുക്ക് വലിച്ചെടുക്കാം. ഇത് ലൂസാക്കി കഴിഞ്ഞാൽ നമുക്കിത് വലിച്ചെടുക്കാൻ പറ്റും. ഈ റോഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിങ്ങനെ ഉള്ളിലിരിക്കേണ്ടവ നിങ്ങളത് ജസ്റ്റ് ഇത് ലൂസാക്കിയിട്ട് ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. എന്നിട്ട് ടൈറ്റ് ആക്കുക. ഇനി താഴെ സ്ക്രൂ വേണം. ഇത് നമ്മുടെ ബേസിൻ്റെ അടിയിൽ പിടിപ്പിക്കാനുള്ളതാണ്. ഇത് ആദ്യം ഊരുക, ഫുള്ള് ഊരുക. ബാക്കി നമുക്കെല്ലാം ജസ്റ്റ് സ്ക്രൂ ടൈപ്പ് തന്നെയാണ്. ഇത് ഊരിയിട്ട് ഇതിലേക്ക് ഫിക്സ് ചെയ്യുക. അതേപോലെ നമ്മുടെ ഈ മോട്ടറിൻ്റെ എൻഡിലേക്ക് ഈ ഭാഗം ഫിക്സ് ചെയ്യുക. ഈ ഭാഗം ഫിക്സ് ചെയ്തിട്ട് ആ സ്ക്രൂ ഉണ്ട്, ഇവിടെ സ്ക്രൂ ഉണ്ടോ അത് ടൈറ്റ് ചെയ്താൽ മതി. വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഞാനൊന്ന് ഫിക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ താഴെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് ഇവിടെ ഞാൻ ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് ടൈറ്റ് ചെയ്യണം. ജസ്റ്റ് അതിലേക്കോട്ട് വെറുതെ എടുത്ത് വെച്ചിട്ട് ടൈറ്റ് ചെയ്താൽ മതി. സാധനമില്ല, ടൈറ്റ് ചെയ്തു. ലോക്കായി ഇവിടെ. നമുക്ക് മുകളിലത്തെ നമ്മുടെ ഇതാണ് വയ്ക്കാനുള്ളത്. മോട്ടറിന് നമ്മുടെ ഫാനും അതും ജസ്റ്റ് നമ്മൾ കറിയിരിക്കുന്ന സ്ക്രൂ ചെയ്താൽ മതി. അപ്പോൾ അതൊന്ന് ഫിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഫുള്ള് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം ഫുള്ളായിട്ട് ഫിക്സ് ചെയ്തിട്ടു. ജസ്റ്റ് ഫുൾ മെറ്റൽ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കുറേയൊക്കെ പ്ലാസ്റ്റിക്കാണ്. സ്റ്റാൻഡൊക്കെ മെറ്റലാണ്. പക്ഷേ നമ്മുടെ ഉള്ളിലത്തെ ഫാനൊക്കെ ലീഫൊക്കെ പ്ലാസ്റ്റിക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിൻ്റെ റേറ്റ് കുറവ്. പക്ഷേ നല്ല ഒരു ടൈമറൊക്കെ ഓപ്ഷനുള്ള ഒരു ഓപ്ഷനാണ്. നമുക്ക് ഓണാക്കി ഞാൻ പ്ലഗിൽ കുത്തിയിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് ഇവിടുത്തെ സ്വിച്ച് ഒന്ന് പ്രസ് നോക്കാം. ഓണായിട്ടുണ്ട്, റൊട്ടേഷൻ ഓണായിട്ടുണ്ട്.
സൈലൻ്റ് തന്നെയാണ്, സൈലൻ്റാണ്. ഫാസ്റ്റ് വണ്ണിനും കൂടെ ലോക്കായിട്ടുള്ള ഓപ്ഷനുണ്ട്, അത് ലോക്ക് ചെയ്തിട്ട് ലോക്കാവും. നല്ല കാറ്റുണ്ട്, അത്യാവശ്യം നല്ല കൂടെ കാണാം, നല്ല കാറ്റുണ്ട്. പിന്നെ സൈലൻ്റാണ്, നല്ല സൈലൻ്റ്. അത് ഫുൾ സ്പീഡിലാണ്. പിന്നെ നമുക്ക് ടൈമർ വേണമെങ്കിൽ ഓൺ ആക്കാം. ഇതൊക്കെ ഓഫാക്കി നിന്നിപ്പോൾ ഞാൻ നേരത്തത്. നമുക്കിവിടെ ഓൺ ഓഫ് ബട്ടൺ വേറെ ഉണ്ട് ടൈമറിൻ്റെ തന്നെ. നമുക്ക് ഓഫ് ചെയ്യാം. ടൈമറിൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ ഈ സാധനം റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അത് നമുക്ക് മുകളിലേക്ക് പണിയാക്കാം, താഴേക്ക് പണിയാക്കാം. ലോക്കാണത്. പിന്നെ ഇവിടെ ആയിട്ടാണ് അതിൻ്റെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നത്. അതാണ് ടൈമറിൻ്റെ സ്വിച്ച്. ഒരു 120 മിനിറ്റ് വരാനുണ്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. അതിന് ഓൺ ഓഫ് ഉണ്ട്. നേരത്തെ ഞാൻ ഇതാക്കിയത്, ഇത് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടു, വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഫാൻ നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. വില കുറഞ്ഞ ഒരു മന്തിൽ പെഡസ്റ്റൽ കിട്ടുക പറഞ്ഞാൽ നല്ല തന്നെയാണ്. അപ്പോൾ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. പിന്നെ വാറണ്ടി, എക്സ്ട്രാ വാറണ്ടി ഉണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അറിയേണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എന്തായാലും തരില്ല. അപ്പോൾ ഇൻട്രസ്റ്റിലൊക്കെ ഡയറക്റ്റ് വാങ്ങാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.